ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഡേറ്റ സ്റ്റിൻ്റെ 52ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഇന്ത്യയിലെ മണ്ണുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ സോയിൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം 8ഓളം വരുന്ന മണ്ണും അവയുടെ സവിശേഷതകളും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോയിൽസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മണ്ണിനങ്ങളാണ്. നമ്മൾ പറഞ്ഞു മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 6 മണ്ണിനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ആ 6 മണ്ണിനങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ മാപ്പിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഏത് മണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൂവിയൽ സോയിലാണ്. ഏകദേശം 40% ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് ഏത് മണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൂവിയൽ സോയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം അലൂവിയൽ സോയിൽ എന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ സോയിൽ, അതേപോലെ തന്നെ ലാറ്ററൈറ്റ് സോയിൽ, അതേപോലെ റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ബ്ലാക്ക് സോയിൽ, അരിഡ് ഓർ ഡെസേർട്ട് സോയിൽ. അപ്പോൾ ഇത്രയും ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നിലവിൽ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ ഏതു പ്രദേശത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നിലവിൽ കാണപ്പെടുന്നതെന്നും ഉള്ളതിനെ കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ചെറുതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാം. മെയിനായിട്ട് ഈ പറയുന്ന മണ്ണിനങ്ങളെ എങ്ങനെയാണ് തരം തിരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഉത്ഭവം, നിറം, അതേപോലെ തന്നെ ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ മണ്ണിനങ്ങളെ ഈ പറയുന്ന രീതിയിൽ 8 തരം തിരിച്ചു. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 6 ആ 6 നമ്മൾ പറഞ്ഞത്. ഒന്ന് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ സോയിൽ, അലൂവിയൽ സോയിൽ, അരിഡ് ഓർ ഡെസേർട്ട് സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ. അപ്പോൾ ഈ 6 ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 40% മണ്ണ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് അലൂവിയൽ സോയിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാൽ അത് JW ലെതർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി, ഇതിൻ്റെ പിതാവ് ആണ് ആരെന്ന് പറയുന്നത് JW ലെതർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഒത്തിരി തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 5 ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് മക്കളെ? ഡിസംബർ 5 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഫാദർ ഓഫ് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി ആരാണ്? JW ലെതർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പെഡോജെനിസിസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പെഡോജെനിസിസ്. ഓക്കെ, അപ്പോൾ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പെഡോജെനിസിസ്. ഓക്കെ, മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ സ്റ്റഡി ഓഫ് സോയിൽസ് നമ്മൾ കഴിഞ്ഞ ദിവസം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതാ. എന്താ? പെഡോളജി ആണ്. ഓക്കെ, അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ നമുക്ക് പെഡോളജി എന്ന് പറയാം. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പെഡോജെനിസിസ് എന്ന് വിളിക്കാം. അതേപോലെ ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5. ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി ആരാന്ന് ചോദിച്ചാൽ അത് JW ലെതർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന മണ്ണ് രൂപം കൊള്ളുന്നത് അതിൻ്റെ ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ മണ്ണിനങ്ങളെ താഴെ പറയുന്നവയിൽ വർഗീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് എക്കൽസ് മണ്ണ് എന്ന് പറയുന്നത്. അതായത് അലൂവിയൽ സോയിലാണ് എക്കൽ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് പറയുന്നത് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. അടുത്തതാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തതാണ് ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായിട്ടുള്ള മണ്ണ്. അതിനെ റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്നാണ് പറയുന്നത്. ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണാണ്
റെഡ് ആൻഡ് യെല്ലോ സോയിൽ. അടുത്തതാണ് ചെങ്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഈ പറയുന്ന ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് വരണ്ട മണ്ണ് അല്ലെങ്കിൽ അരിഡ് സോയിൽ എന്നാണ് ഇതിനെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഡെസേർട്ട് സോയിൽ എന്നറിയപ്പെടുന്നതും വരണ്ട മണ്ണാണ്. അടുത്തതാണ് ലവണ മണ്ണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സലൈൻ സോയിൽ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ലവണ മണ്ണ് അല്ലെങ്കിൽ സലൈൻ സോയിൽ. അടുത്തതാണ് പീറ്റ് മണ്ണ്, പീറ്റി സോയിൽ. അല്ലെങ്കിൽ അടുത്തതാണ് വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളെ നമുക്ക് 8ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അതായത് 40% വരുന്നത് ഏത് മണ്ണാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൂവിയൽ സോയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ അതും അലൂവിയൽ സോയിലാണ്. ഏറ്റവും ഫലഭൂഷ്ടിയുള്ളതുമായിട്ടുള്ള ഒരു മണ്ണ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? അലൂവിയൽ സോയിലാണ്. പൊട്ടാഷ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് മണ്ണിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ഈ പറയുന്ന അലൂവിയൽ സോയിലാണ്. അലൂവിയൽ സോയിൽ 40% വരുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണായിട്ട് അലൂവിയൽ സോയിൽ മാറിയത്. ക്രിയേറ്റഡ് ഫ്രം ഇൻഡസ്, ഗാംഗാസ് ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് ഡെപ്പോസിറ്റ്. ഇന്ത്യയിൽ ഈ പറയുന്ന നമ്മുടെ ഹിമാലയൻ നദികളായിട്ടുള്ള ഇൻഡസ് ആണെങ്കിലും ഗംഗയാണെങ്കിലും ബ്രഹ്മപുത്ര ഇതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? അലൂവിയൽ സോയിൽ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ടന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷ്, ലൈമ്, ഫോസ്ഫോറിക് ആസിഡ് ഇവയുടെ ഏറ്റവും കൂടുതൽ എന്താണ് കാണപ്പെടുന്നത് ഏത് മണ്ണിലാന്ന് ചോദിച്ചാൽ പൊട്ടാഷ്, ലൈമ്, ഫോസ്ഫോറിക് ആസിഡ് ഇതെല്ലാം ഏത് സോയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? അലൂവിയൽ സോയിലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അലൂവിയൽ സോയിൽ അതർവൈസ് നോൺ എസ് എന്താണ്? എക്കൽ മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ സോയിൽ എന്ന് പറയുന്നത്. ഫോംഡ് ബൈ സഫീഷ്യന്റ് റെയിൻഫോൾ. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് മഴ കിട്ടുന്ന പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന എന്ത് വരുന്നത്? ഈ പറയുന്ന ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ സോയിൽ വരുന്നത്. അത് എന്താണ്? ആസിഡ് വിത്ത് ലോ ഹ്യൂമിഡിറ്റി കണ്ടന്റ് ആണ് ഏതിൻ്റെ അകത്ത്? ഈ പറയുന്ന ഫോറസ്റ്റ് സോയിലിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഏറ്റവും കൂടുതൽ വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആസിഡ് വിത്ത് ലോ ഹ്യൂമിഡിറ്റി കണ്ടന്റ് ആണ് ഏതിൻ്റെ അകത്ത്? ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ സോയിലിൽ നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും നമുക്ക് പഠിച്ച് വിശദമായിട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിലിനെ കുറിച്ചാണ്. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. നമ്മൾ പറഞ്ഞു, അതായത് ഈ പറയുന്ന ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ ഇവയൊക്കെ ഏറ്റവും കൂടുതൽ വഹിച്ചു കൊണ്ടുവരുന്നത് ഏത് സോയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൂവിയൽ സോയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും ഏത് തന്നെയാണ് ഇന്ത്യയിൽ? എക്കൽ മണ്ണാന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അലൂവിയൽ സോയില്. രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. നദികളും അരുവികളും വഹിച്ചു കൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണ്. ഓക്കെ, അപ്പോൾ നദികളും അരുവികളും വഹിച്ചു കൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? അലൂവിയൽ സോയിലാ. ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരത്ത് നദീ താഴ്വരകളിലും ഇവ ഒത്തിരി അധികം കാണപ്പെടുന്നുണ്ട്. എക്കൽ മണ്ണിന്റെ നിറം എന്ന് പറയുന്നത് ഇളം ചാര നിറം മുതൽ കടും ചാര നിറം വരെ വ്യത്യാസപ്പെടുന്നു. അതായത് ഓരോ പ്രാവശ്യവും ഈ പറയുന്ന നദികൾ എന്താണ് ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങളും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എല്ലാം ഒരുമിച്ച് വന്ന് അടിഞ്ഞുകൂടുന്നതാണ് ഈ പറയുന്ന അലൂവിയൽ സോയിൽ. അതുകൊണ്ട് തന്നെ എന്താണ് വളരെയധികം എന്താണ് പൊട്ടാഷിന്റെ കണ്ടന്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്നത് ഒക്കെ ഏത് തന്നെയാ? ഈ പറയുന്ന എക്കൽ മണ്ണ് തന്നെയാ. നിക്ഷേപത്തിന്റെ കനം, തരികളുടെ വലിപ്പം, പാകമാകാൻ അതായത് പക്വമാകാൻ എടുക്കുന്ന സമയം എന്നിവയെ ആശ്രയിച്ചാണ് ഇതിന്റെ നിറം രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിക്ഷേപത്തിന്റെ കനം അതേപോലെ തന്നെ ഇതിന്റെ ഈ മണലിന്റെ തരികളൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ കളറ് നമുക്ക് മനസ്സിലാക്കാനാണ് വരുന്നത്. അപ്പോൾ ഇളം ചാര നിറം മുതൽ കടും ചാര നിറം വരെ കാണപ്പെടുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനത്തിൽപ്പെട്ട ഒന്നാണ് ഏതെന്ന് പറയുന്നത്? എക്കൽ മണ്ണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകള് അത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. ഓക്കെ, അപ്പോൾ എന്താണ് നിലവില് ഈ പറയുന്ന ഭക്ഷ്യവിളകളായിട്ടുള്ള എല്ലാ വിളകളും എന്താണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ പറയുന്ന അലൂവിയൽ സോയിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ അധികം നല്ല രീതിയിൽ വിളവ് ഈ പറയുന്ന വളക്കൂറുള്ളത് കൊണ്ട് തന്നെ
വളരെയധികം വിളവ് ലഭിക്കുന്നു ഈ മണ്ണിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാ? നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. ഇത്രയാണ് എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ എന്ന് പറയുന്നത്. ലോവർ ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ്. ഓക്കെ, അപ്പോൾ ലോവർ ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ്. പൊട്ടാഷ് സമ്പന്നവും അതേസമയം ഫോസ്ഫറസ് ശുഷ്കവുമായ മണ്ണാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ അലൂവിയൽ സോയിൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണ് അതും ചോദിച്ചാൽ ഏത് തന്നെയാണ്? എക്കൽ മണ്ണാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫലപുഷ്ടിയുള്ള മണ്ണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉത്പാദനക്ഷമതയുള്ള മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? എക്കൽ മണ്ണാണ്. പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് ഏതെന്ന് പറയുന്നത്? അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണെന്ന് പറയുന്നത്. എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാന്ന് ചോദിച്ചാൽ അത് പൊട്ടാഷ് ആണ്. എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു ധാതു, ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു അത് നൈട്രജനുമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏതെന്ന് പറയുന്നത്? എക്കൽ മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ മണ്ണ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? എക്കൽ മണ്ണാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എക്കൽ മണ്ണുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലുമാണ് വ്യാപകമായിട്ട് ഈ മണ്ണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ്? രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 42% ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ 42 അല്ലെങ്കിൽ 40% കാണുന്ന മണ്ണിനമാണ് ഏതെന്ന് പറയുന്നത്? അലൂവിയൽ സോയിൽ. നദികളും അരുവികളും വഹിച്ചു കൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെടുന്ന മണ്ണാണ് ഈ പറയുന്ന അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരത്ത് നിന്ന് നദീ താഴ്വരകളിലും ഇവ കാണപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്യുന്നത് ഏതൊക്കെ വിളകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ? നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കളാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് മൂലകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു. ഏറ്റവും കുറവ് നൈട്രജനുമാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ജലസംഭരണ ശേഷി കൂടിയ മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. കറുത്ത പരുത്തി മണ്ണ് രൂപം കൊള്ളുന്നത് ബസാൾട്ട് ശിലയിൽ നിന്നാണ്. അപ്പോൾ കറുത്ത പരുത്തി മണ്ണ് രൂപാന്തരം കൊള്ളുന്നത് ഏത് ശിലയിൽ നിന്നാന്ന് ചോദിച്ചാൽ അത് ബസാൾട്ട് ശിലയിൽ നിന്നാണ്. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഒരിക്കൽ PSC ഇങ്ങനെ തന്നെ ചോദിച്ച ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനം താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരം കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ ആണ്. ചെർണോസം എന്ന പേരിൽ അറിയപ്പെട്ടത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിലാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. കൃഷ്ണ, ഗോദാവരി നദികളുടെ ഉയർന്ന ഭാഗങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കറുത്ത മണ്ണ് വളരെ ആഴത്തിൽ കാണപ്പെടുന്നു. റിഗർ മണ്ണ് എന്നും കറുത്ത പരുത്തി മണ്ണ് എന്നും വിളിക്കുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പേരാ? ചെർണോസം എന്ന പേരിൽ അറിയപ്പെട്ടു, റിഗർ മണ്ണ് എന്ന പേരിൽ അറിയപ്പെട്ടു, കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിൽ അറിയപ്പെട്ടതും ഏത് തന്നെയാണ്? ബ്ലാക്ക് സോയിൽ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ്. ഓക്കെ, അപ്പോൾ കറുത്ത മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ്. പൊതുവെ കറുത്ത മണ്ണ് കളിമൺ സ്വഭാവത്തിൽ ഉള്ളതും ആഴത്തിൽ കാണപ്പെടുന്നതും പ്രവേശനീയത ഇല്ലാത്തതുമാണ് ഈ പറയുന്ന കറുത്ത മണ്ണ്. നനയുമ്പോൾ കുതിർന്നു വീർക്കുകയും വരണ്ടതാകുമ്പോൾ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വരൾച്ചാക്കാലത്ത് മണ്ണിൽ വ്യാപകമായി വിള്ളലുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
ഇതിനെ സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ എന്നാണ് പറയുന്നത്. കുറഞ്ഞ തോതിലുള്ള ജല ആഗീകരണ ശേഷിയും ജലനഷ്ടവും കാരണം കറുത്ത മണ്ണിന് ഏറെക്കാലം ഈർപ്പം നിലനിർത്താനുള്ള ശേഷിയുണ്ട്. ഈ പ്രത്യേകത കൊണ്ട് തന്നെ മഴയെ ആശ്രയിച്ചുകൊണ്ടുള്ള കാർഷിക വിളകൾ വരൾച്ചാക്കാലത്തും ഇവിടെ അതിജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് കറുത്ത മണ്ണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണെന്ന് പറയുന്നത്. കറുത്ത പരുത്തി മണ്ണ് രൂപം കൊള്ളുന്നത് ബസാൾട്ട് ശിലയിൽ നിന്നാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏത് ശിലയാണ്? ബസാൾട്ട് ശില. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു റിഗർ മണ്ണ്, അതേപോലെ തന്നെ എന്താണ് കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ ബ്ലാക്ക് സോയിൽ തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ് ഇവ മെയിൻ ആയിട്ട് ഇവയിൽ കൃഷി ചെയ്യുന്നത് ഏതൊക്കെ വിളകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ് എന്നിവയാണുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അത് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് ചുവന്ന മണ്ണും അതേപോലെ തന്നെ മഞ്ഞ മണ്ണും, റെഡ് ആൻഡ് യെല്ലോ സോയില്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ പരലീകൃത ആഗ്നേയശിലയിൽ നിന്നും രൂപപ്പെടുന്ന മണ്ണിനം, ഇവയാണ് ചുവന്ന മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ പരലീകൃത ആഗ്നേയശിലകളിൽ നിന്നും രൂപപ്പെടുന്ന മണ്ണിനമാണ് ചുവന്ന മണ്ണ്. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ഛത്തീസ്ഗഡ്, ഒഡീഷ ഭാഗങ്ങൾ എന്നിവയിലും മഞ്ഞയും ചുവപ്പും മണ്ണിനങ്ങൾ കാണപ്പെടുന്നു. ഒംനിബസ് ഗ്രൂപ്പ് ഉൾപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് ചുവന്ന മണ്ണാണ്. അപ്പോൾ ഒംനിബസ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന മണ്ണിനമാണ് ചുവന്ന മണ്ണ്. ഇരുമ്പിന്റെ സാന്നിധ്യം മൂലമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം ഉണ്ടാകുന്നത്. അപ്പോൾ ഇരുമ്പിന്റെ അയൺ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് ഈ പറയുന്ന റെഡ് സോയിൽ അല്ലെങ്കിൽ യെല്ലോ സോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. ചെമ്മണ്ണ് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി, കർണാടകയുടെ ഭാഗങ്ങളായിട്ടുള്ള തമിഴ്നാട്, ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ചെമ്മണ്ണ് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി, കർണാടകയുടെ ഭാഗങ്ങൾ, അതേപോലെ തന്നെ തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ ഭാഗങ്ങളിൽ ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ കാണപ്പെടുന്നു. ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ. അപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്ന വിളകൾ റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികളാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേരാണ് ലാറ്ററൈറ്റ് മണ്ണെന്നുള്ളത്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡാണ്. ഓക്കെ, അപ്പോൾ അയൺ ഓക്സൈഡ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇതിനെ ചുവപ്പ് നിറം ലാറ്ററൈറ്റ് മണ്ണിന് വരുന്നത്. അല്ലെങ്കിൽ ചെങ്കൽ മണ്ണിന് ഈ ചുവന്ന നിറം ലഭിക്കുന്നതിനുള്ള കാരണമാണ് അയൺ ഓക്സൈഡ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ചെങ്കൽ മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകളാണ് തേയില, കാപ്പി, റബ്ബർ, കശുമാവ്. ഓക്കെ, അപ്പോൾ ചെങ്കൽ മണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാണുന്ന വിളകളാണ് ഈ പറയുന്ന റബ്ബർ ആണെങ്കിലും തേയില ആണെങ്കിലും കാപ്പി ആണെങ്കിലും അതേപോലെ തന്നെ കശുമാവ്. ഇതൊക്കെ ചെങ്കൽ മണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ തന്നെയാണ്. ചെങ്കൽ മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം ദേ നോക്കിയ ഫസ്റ്റ് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളം, അതേപോലെ തന്നെ ഗോവ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ,
പശ്ചിമപൂർവ്വ ഘട്ടങ്ങൾ, മാൾവ പീഠഭൂമി, ഇവിടെയൊക്കെ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് ഏതെന്ന് പറയുന്നത് ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ചെങ്കൽ മണ്ണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അതിലൊന്നാമതാണ് കേരളം, 2 ഗോവ, 3 തമിഴ്നാട്, 4 കർണാടക, 5 ആന്ധ്രാപ്രദേശ്, 6 പശ്ചിമ ബംഗാൾ, 7 മാൾവ പീഠഭൂമി, പശ്ചിമ പൂർവ്വ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉയർന്ന മഴയും ഊഷ്മാവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെയാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്. മൺസൂൺ മഴയുടെ സ്വാധീനത്താൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ മൺസൂൺ മഴയുടെ സ്വാധീനത്താൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. മറ്റൊരു പേരാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ്, മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. നമ്മുടെ മണ്ണാന്ന് ഓർത്താൽ മതി, അപ്പൊ തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു മണ്ണിന് ചുവപ്പ് നിറത്തിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മക്കളെ നമുക്ക് പറഞ്ഞു, അതായത് അയൺ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അതിന് ചുവപ്പ് നിറം കാണുന്നത് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്, നമ്മുടെ റബ്ബർ ഉണ്ട്, തേയിലയുണ്ട്, കാപ്പിയുണ്ട്, കശുമാവ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ കൃഷി ചെയ്യുന്നത്. അതേപോലെ തന്നെ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് കേരളം, ഗോവ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാള്, പശ്ചിമ പൂർവ്വ ഘട്ടങ്ങൾ, മാൾവ പീഠഭൂമി. ഇവിടെ ഒക്കെ കാണപ്പെടുന്നത് ഏത് മണ്ണ് തന്നെയാ? ചെങ്കൽ മണ്ണാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് വരണ്ട മണ്ണ്. ചുവപ്പ് മുതൽ തവിട്ട് നിറം വരെയുള്ള നിറമാണ് ഈ മണ്ണിന്. വരണ്ട ഭൂപ്രദേശങ്ങളിൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ഈ മണ്ണ് കൂടുതലായി രൂപപ്പെടുന്നത്. ജൈവാംശം, ജൈവ പദാർത്ഥങ്ങളും ഈ മണ്ണിൽ വളരെ കുറവാണ്. അപ്പോൾ അരിഡ് സോയിൽ അല്ലെങ്കിൽ ഈ ഒരു അരിഡ് സോയിൽ അല്ലെങ്കിൽ വരണ്ട മണ്ണിനെ അതർവൈസ് നോൺ ആസ് ഡെസേർട്ട് സോയിൽ എന്ന്. അപ്പോൾ ആക്ച്വലി ഈ ഒരു മണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മരുഭൂമിയിലുള്ള മണ്ണാണ്. നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് എന്താണ്, യാതൊരുവിധ ജൈവാംശങ്ങളോ ജൈവ പദാർത്ഥങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മണ്ണാണ് ശരിക്കും പറഞ്ഞാൽ ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന വരണ്ട മണ്ണ് അല്ലെങ്കിൽ ഡെസേർട്ട് സോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ മരുഭൂമി അല്ലെങ്കിൽ രാജസ്ഥാനിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മണ്ണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ലവണമണ്ണ്. ഓക്കെ, ലവണമണ്ണ് അല്ലെങ്കിൽ എന്താണ് സലൈൻ സോയിൽ എന്ന് പറയുന്നത്. ഈ മണ്ണിനെ ഊഷര മണ്ണ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഊഷര മണ്ണ് എന്ന് വിളിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് മണ്ണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലവണ മണ്ണാണ് ഊഷര മണ്ണ് എന്ന് വിളിക്കുന്നത്. ജലലഭ്യത കുറവും വരണ്ട കാലാവസ്ഥ ഉള്ളതിനാൽ പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. അപ്പോൾ ലവണ മണ്ണ് അല്ലെങ്കിൽ സലൈൻ സോയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ജലലഭ്യത വളരെ കുറവാണ്, വരണ്ട കാലാവസ്ഥ ഉള്ളതിനാൽ പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശവും വളരെ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിനെ ഊഷര മണ്ണ് എന്ന് വിളിക്കുന്നത്. പടിഞ്ഞാറൻ ഗുജറാത്ത്, കിഴക്കൻ തീരപ്രദേശങ്ങൾ, ഡെൽറ്റകൾ, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ എന്നീ പ്രദേശങ്ങളിലാണ് ഈ മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ ഗുജറാത്ത്, കിഴക്കൻ തീരപ്രദേശത്തെ ഡെൽറ്റകൾ, പശ്ചിമ ബംഗാളിൽ സുന്ദർബൻ എന്നീ പ്രദേശങ്ങളിലാണ് ഈ മണ്ണ് ലവണമണ്ണ് അല്ലെങ്കിൽ സലൈൻ സോയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാം പീറ്റുമണ്ണ്. ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പവുമുള്ള സ്ഥലങ്ങളിലാണ് ഈ മണ്ണ് കണ്ടുവരുന്നത്. ഓക്കെ, പീറ്റുമണ്ണ് ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പവുമുള്ള സ്ഥലങ്ങളിലാണ് മണ്ണ് കണ്ടുവരുന്നത്. ജൈവാംശവും ജലപദാർത്ഥവും കൊണ്ട് സമ്പന്നമാണ് പീറ്റുമണ്ണ്. 40 മുതൽ 50% വരെ ജൈവ പദാർത്ഥങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു. 40 മുതൽ 50% വരെ ജൈവ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് പീറ്റുമണ്ണ്. ബീഹാറിന്റെ വടക്ക് ഭാഗങ്ങൾ, ഉത്തരാഖണ്ഡിന്റെ തെക്കൻ ഭാഗങ്ങൾ, പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങൾ, ഒഡീഷ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അത് പീറ്റ് സോയിൽ അല്ലെങ്കിൽ പീറ്റ് മണ്ണാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് വനമണ്ണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ. ഓക്കെ, ഫോറസ്റ്റ് സോയിൽ അല്ലെങ്കിൽ വനമണ്ണ്. നന്നായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നന്നായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് വനമണ്ണ് അല്ലെങ്കിൽ ഏത് ഫോറസ്റ്റ് സോയിൽ. പർവ്വത പരിസ്ഥിതിയെ ആശ്രയിച്ച് ഈ മണ്ണിന്റെ ഘടനയിലും അതേപോലെ തന്നെ തരി വലിപ്പത്തിലും വ്യത്യാസപ്പെടുന്നു. മഞ്ഞുമൂടിയ ഹിമാലയം അനാവരണ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നതിനാൽ ഈ മണ്ണിന് അമ്ലാംശം കൂടുതലും ജൈവാംശം കുറവുമാണ്. അപ്പോൾ
അമ്ലാംശം ഏറ്റവും കൂടുതലുള്ളത് ഏത് മണ്ണിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ വനമണ്ണിനാണ്. ജൈവാംശം എന്ന് പറയുന്നത് വളരെ കുറവുമാണ് വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ. താഴ്വരകളിൽ ഈ മണ്ണിനം ഫലഭൂഷ്ടി അധിഷ്ഠിതമായിട്ടാണ് ഉള്ളത്. അപ്പോൾ താഴ്വരകളിൽ ഈ പറയുന്ന വനമണ്ണ് എന്ന് പറയുന്നത് എന്താണ്? ഫലഭൂഷ്ടിയുള്ള മണ്ണായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ അല്ലാത്ത ഒരു പ്രദേശമാണെങ്കിൽ അവിടെ ഈ ഒരു മണ്ണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്ലാംശം അസിഡിറ്റി കൂടുതലും അതേപോലെ തന്നെ എന്താണ് ജൈവാംശം വളരെ കുറഞ്ഞമായിട്ടുള്ള ഒരു മണ്ണാണ് വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ 1988 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിച്ചത്. ഭോപ്പാലിലാണ് 1988. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിയാനയിൽ കർണാലാണ് സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോയിൽ ആൻഡ് ലാൻഡ് യൂസർ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി 1958 എന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ മണ്ണിനങ്ങൾ 8 എണ്ണവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ PSC എക്സാമുകളിൽ ചോദിച്ച 6 മണ്ണിനങ്ങളും അവയുടെ സവിശേഷതകളും അവ കാണപ്പെടുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നുള്ളതും അവയുടെ പ്രത്യേകത എന്താണെന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഓടിച്ചൊന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 8 എണ്ണമാണെന്നുള്ളത്. അതിൻ്റെ അകത്ത് വരുന്നത് ഒന്നാമത് എക്കൽ മണ്ണാണ് അലൂവിയൽ സോയിൽ, 2 കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ, 3 ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ് റെഡ് ആൻഡ് യെല്ലോ സോയിൽ, 4 ചെങ്കൽ മണ്ണ്, 5 വരണ്ട മണ്ണ്, 6 ലവണ മണ്ണ്, 7 പീറ്റ് മണ്ണ്, 8 വനമണ്ണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന 6 മണ്ണിനങ്ങളാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് നോക്കാം ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ സോയിൽ ഫോംഡ് ബൈ സഫീഷ്യൻറ്റ് റെയിൻഫോൾ. ഇഷ്ടംപോലെ മഴയുള്ള പ്രദേശങ്ങളിലാണ് ഈ ഒരു മണ്ണ് കാണപ്പെടുന്നത്. ആസിഡ് വിത്ത് ലോ ഹ്യൂമിഡിറ്റി കണ്ടന്റ്, അതായത് അമ്ലാംശം എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് അമ്ലാംശം കുറവും എന്നാൽ എന്താണ് ഈ പറയുന്ന ബാക്കി എന്താണ് ജൈവാംശം എന്ന് പറയുന്നത് അമ്ലാംശം കൂടുതലും ജൈവാംശം കുറഞ്ഞതുമായിട്ടുള്ള മണ്ണാണ് ഏതെന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൻ സോയിൽ എന്ന് പറയുന്നത്. അടുത്തതാണ് അലൂവിയൽ സോയിൽ, അതായത് ഇന്ത്യയുടെ 40% ഓപ്ഷൻ ഉണ്ടെങ്കിൽ 40 അല്ലെങ്കിൽ 42% ആണെങ്കിൽ അത് ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ആൻസർ ആയിട്ട് വരും. അപ്പോൾ 42% ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ അലൂവിയൽ സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലൂവിയൽ സോയിലാണ്. 42% അലൂവിയൽ സോയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ക്രിയേറ്റഡ് ഫ്രം ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ് ഡെപ്പോസിറ്റ്, അതായത് നമ്മുടെ ഏതൊക്കെയാണ് ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ഇൻഡസ് അതേപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര ഇവയൊക്കെ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന മണ്ണാണ് ഏതെന്ന് പറയുന്ന അലൂവിയൽ സോയിൽ. പൊട്ടാഷ്, ലൈം, ഫോസ്ഫോറിക് ആസിഡ് ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മൾ പറഞ്ഞു ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് ഫോംഡ് അണ്ടർ ദ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫോൾ. ഓക്കെ, അപ്പോൾ അതായത് ഏറ്റവും കൂടുതൽ വർഷവും അതേപോലെ തന്നെ വേനലും ഒക്കെ മാറി മാറി വരുന്ന ആ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ. അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്ററൈറ്റ് സോയിലാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഹെവി റെയിൻഫോൾ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഹൈ ടെമ്പറേച്ചറും. ഓക്കെ, അപ്പോൾ വേനലും മഴയും ഒക്കെ മാറി മാറി വരുന്ന പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് ഏത് ലാറ്ററൈറ്റ് സോയിൽ. ഹൈ ഇൻ അയൺ ആൻഡ് അലൂമിനിയം ബട്ട് ലോ ഇൻ ദ നൈട്രോജൻ, പൊട്ടാഷ് ആൻഡ് ലൈം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. റെഡ് ആൻഡ് യെല്ലോ സോയിൽ ഫോംഡ് ഫ്രം ദ ഇഗ്നീഷ്യസ് ആൻഡ് ക്രിസ്റ്റലൈൻ റോക്സ് ആണ് ഈ പറയുന്ന റെഡ് ആൻഡ് യെല്ലോ സോയിൽ രൂപപ്പെടാനുള്ള കാരണം. അതേപോലെ തന്നെ എന്താണ് ലൈം, ഫോസ്ഫേറ്റ്, നൈട്രജൻ, മാഗ്നീസ്, അതേപോലെ തന്നെ ഹ്യൂമസ് ആൻഡ് പൊട്ടാഷ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ബ്ലാക്ക് സോയിൽ ഫോംഡ് ബൈ എന്താണ് ലാവ ഫ്ലോ. ഓക്കെ, ഇനി അടുത്തത് അരിഡ് ആൻഡ് ഡെസേർട്ട് സോയിൽ, അതായത് നിലവിൽ എന്താണ് ഈ പറയുന്ന രാജസ്ഥാന്റെ ആ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണ്. അങ്ങനെ അതേപോലെ തന്നെ എന്താണ് വലിയ കാര്യമായിട്ടൊരു ഫലഭൂഷ്ടിയോ ജൈവാംശം ഒന്നുമില്ലാത്തതായിട്ടുള്ള മണ്ണ്. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ ഈ പറയുന്ന അരിഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഒന്നോ രണ്ടോ തവണ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടാവും. അതുകൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക. നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ടോപ്പിക്സ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആവണതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് പഠിച്ച് പോകാം. അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് ഉണ്ടായാൽ മതി, നമുക്കെല്ലാം സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.